Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തിരിച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ ഒരു ചാപ്റ്ററിന് സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് PPC, എന്താണ് ഉൽപാദന സാധ്യത വക്രം എന്നും അവയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അറിഞ്ഞിരിക്കണം. അവയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ എന്തെല്ലാമെന്ന് അറിഞ്ഞിരിക്കണം. PPCയുടെ വിവിധ ഉപയോഗങ്ങൾ, വേരിയസ് യൂസസ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ വീഡിയോ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എക്കണോമിക്സ് പ്ലേലിസ്റ്റിൽ വീഡിയോ അവൈലബിൾ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആൻഡ് മാർക്കറ്റ് എക്കോണമി. ഒരു കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ്ഘടനയും അതുപോലെ കമ്പോള സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ, ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പഠിച്ചിരിക്കണം. ഡ്രോ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം, അതായത് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഡയഗ്രാം. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്ത് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻഡിഫറൻസ് കർവ്. എന്താണ് നിസ്സംഗതാ വക്രം എന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. അപ്പൊ എന്താണ് നിസ്സംഗതാ വക്രം എന്നും അവയുടെ സവിശേഷത അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ അനുകൂലമായ തിരഞ്ഞെടുക്കൽ ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ വിശദമാക്കാൻ, അതായത് ഒപ്റ്റിമൽ ചോയ്സ് അത് ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇതും നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നും എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നും അവയുടെ എക്സാമ്പിളും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. എന്താണ് വില ഇലാസ്തികത എന്ന് അറിഞ്ഞിരിക്കണം. വില ഇലാസ്തികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് TFC, TVC, TC, AFC, SAC, SMC എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിന്റെ 2 ടൈപ്പുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. 8 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആക്കി തന്നെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് വിഭേദകാനുപാത നിയമവും അല്ലെങ്കിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഇതും വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ എന്താണ് തോതനുസരിച്ചുള്ള ആദായം എന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ലോങ് റൺ. അപ്പം ലോങ് റണ്ണിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ദീർഘകാല ഉൽപാദന ധർമ്മമെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, ദ തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്.
ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഇൻ ദ ഷോർട്ട് റൺ. എന്തെല്ലാമാണ് ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളെന്നും ഹ്രസ്വകാലയളവിൽ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദന യൂണിറ്റ് ലാഭം പരമാവധിയാകുന്നതിനുള്ള വ്യവസ്ഥ എന്തെല്ലാമാണെന്നും അവ ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഉൽപാദന യൂണിറ്റിന്റെ പ്രധാന വക്രത്തെ തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. എന്താണ് മൊത്ത ഉൽപ്പന്നം എന്നും അതുപോലെ തന്നെ എന്താണ് ശരാശരി ഉൽപ്പന്നം, അതുപോലെ എന്താണ് സീമാന്ത ഉൽപ്പന്നം എന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ നോർമൽ പ്രോഫിറ്റ് ആൻഡ് സൂപ്പർ പ്രോഫിറ്റ്. സാധാരണ ലാഭവും അതുപോലെ തന്നെ അമിത ലാഭവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്, ഇറ്റ്സ് എഫക്ട്സ് ആൻഡ് റെപ്രസെന്റ് ഗ്രാഫിക്കലി. ഇപ്പൊ എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് വിലപരിധി എന്നും എന്താണ് ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ എന്താണ് തറവില എന്നും അറിഞ്ഞിരിക്കണം. അത് ഗ്രാഫ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ സിമ്പിളാക്കി തന്നെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ഡ്രോ ഇറ്റ്സ് ഡയഗ്രാം. എന്താണ് സന്തുലിത വിലയും സന്തുലിത അളവും, അത് കാൽക്കുലേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താണ് അമിത ചോദനം അതുപോലെ അമിത പ്രദാനം എന്നീ ആശയങ്ങൾ, അവ ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഡിസ്ക്രൈബ് ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമൈൻസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതായത് എന്താണ് കമ്പോള സന്തുലിതാവസ്ഥയെന്നും സപ്ലൈയും ഡിമാൻഡും പ്രധാനവും ചോദനവും എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ, അതായത് എങ്ങനെയാണ് ഒരു മത്സര വിപണിയിലെ സന്തുലിത വിലയും ഇക്വിലിബ്രിയം പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റിയെയും നിർണ്ണയിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ 4 മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന 4 മേഖലകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. 1929 സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. അതായത് ആധുനിക മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവത്തെ പറ്റി അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി വിത്ത് ഗ്രാഫിക്കലി. അപ്പം സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഗ്രാഫ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്താണ് ലളിത സമ്പദ്ഘടനയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് അറിഞ്ഞിരിക്കണം. ഗ്രാഫ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് നോമിനൽ GDP ആൻഡ് റിയൽ GDP. അപ്പം നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് GDP ഡിഫ്ലേറ്റർ. അപ്പം എന്താണ് GDP ഡിഫ്ലേറ്റർ എന്നും കാൽക്കുലേറ്റ് ദ GDP ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ആൻഡ് അനലൈസ് ഇറ്റ്. അപ്പം ചൂടെ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്നും GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് സ്റ്റോക്സ് എന്നും എന്താണ് ഫ്ലോസ് എന്നും മനസ്സിലാക്കിയിരിക്കണം. അവയുടെ ഉദാഹരണങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്.
പബ്ലിക് ഗുഡ്സിന്റെയും പ്രൈവറ്റ് ഗുഡ്സിന്റെയും സവിശേഷതകൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മണി. പണത്തിന്റെ ധർമ്മം എന്താണെന്നും പണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ മോണിറ്ററി പോളിസി. എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ടൂൾസ് ഓഫ് RBI ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ദ ഇന്ത്യൻ എക്കോണമി. എന്താണ് മോണിറ്ററി പോളിസി, എന്താണ് പണനയമെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഉപയോഗിക്കുന്ന മോണിറ്ററി പോളിസീസ് എന്തെല്ലാമാണ്, RBI ഉപയോഗിക്കുന്ന പണനയ ഉപാധികൾ എന്തെല്ലാമാണെന്നും വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കേന്ദ്ര ബാങ്കിന്റെയും അതുപോലെ തന്നെ വാണിജ്യ ബാങ്കിന്റെയും ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ എക്കോണമി വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിത ദേശീയ ഉൽപ്പന്നവും അതുപോലെ തന്നെ സഞ്ചിത ചോദനവും നിർണ്ണയിക്കുന്ന വിവിധ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അനലൈസ് ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ കൺസെപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പൊ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എന്താണ് സഞ്ചിത ചോദനമെന്നും ഉപഭോഗത്തിലും നിക്ഷേപത്തിലും ഉണ്ടാകുന്ന മാറ്റം സഞ്ചിത ചോദനത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് മിതവ്യയത്തിന്റെ വിരോധാഭാസം എന്ന് അറിഞ്ഞിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ MBC ആൻഡ് MBS. അതായത് എന്താണ് സീമാന്ത സമ്പാദ്യ ഏകതവമെന്നും ശരാശരി സമ്പാദ്യ ഏകതവും ഇവ നമ്മളെ വ്യത്യാസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സാൻഡ് ആൻഡ് എക്സ്പോസ്ഡ് കോൺസെപ്റ്റ് വിത്ത് എക്സാമ്പിൾ. അപ്പൊ എന്താണ് എക്സാൻഡ് എന്നും എന്താണ് എക്സ്പോസ്ഡ് എന്നും ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ എക്സാമ്പിളും അറിഞ്ഞിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. ഒരു ദ്വിമേഖലാ മാതൃകയിലെ വരുമാനത്തിന്റെ നിർണ്ണയം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ മാർജിനൽ പ്രോഡക്റ്റ് കർവ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് കർവ് ഇൻ എ സിംഗിൾ ഡയഗ്രാം. ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദം. എന്താണ് സീമാന്ത ഉൽപ്പന്ന വക്രവും അതുപോലെ തന്നെ ശരാശരി ഉൽപ്പന്ന വക്രവും എന്നും ഇവ രണ്ടും ഒരേ ഡയഗ്രാമത്തിൽ വരയ്ക്കാനും അവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തെല്ലാമാണ്, അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, ദ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗവൺമെന്റ് ബഡ്ജറ്റ്. എന്താണ് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്നും കമ്പോണൻസ് എന്തെല്ലാമാണ്, അതിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, അതിന്റെ ലക്ഷ്യം എന്തെല്ലാമാണ്, അവയുടെ ധർമ്മം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചെലവും അതുപോലെ തന്നെ മൂലധന ചെലവും എന്നീ ആശയങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ കാൽക്കുലേറ്റ് റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ്. എന്താണ് റവന്യൂ കമ്മി എന്നും ധനകാര്യ കമ്മി എന്നും പ്രാഥമിക കമ്മി എന്താണെന്നും അവ കണ്ടെത്താനൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ വരുമാനവും മൂലധന വരുമാനവും വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ BOP ആൻഡ് BOT. എന്താണ് അടവ് ശിഷ്ടമെന്നും വ്യാപാര ശിഷ്ടമെന്നും അറിഞ്ഞിരിക്കണം. അവയുടെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്, അവയുടെ ഡിഫറൻസ്, വ്യത്യാസം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് വിദേശ വിനിമയ കമ്പോളമെന്നും അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, എന്താണ് വിനിമയ നിരക്ക് നിർണ്ണയമെന്നും അറിഞ്ഞിരിക്കണം, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ open economy and closed economy. Identify the linkages of an
ഓപ്പൺ എക്കോണമി. അപ്പൊ എന്താണ് തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും അവ താരതമ്യം ചെയ്യുകയും ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എക്കോണമി സമ്പദ് വ്യവസ്ഥ മറ്റ് സമ്പദ് വ്യവസ്ഥകളുമായി സാമ്പത്തിക ബന്ധം പുലർത്തുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പ്ലസ് ടു എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങളുടെ ജോയിൻ ചെയ്ത് നോട്ട്സ് നോക്കിയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.